ഒരാൾ മരണചിന്ത മറന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അവന് ശിക്ഷയായി ഇട്ടുകൊടുക്കുന്നതുമായിരിക്കും. മരണം എന്നൊരു ചിന്തയില്ല അവർക്ക് കിട്ടുന്നത് 3 ശിക്ഷാരീതികളാണ്. ഏതൊക്കെയാണ്? തസ്വീഫത്ത് തൗബ, നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് തസ്വീഫത്ത് തൗബ. തൗബയെ അവൻ പിന്തിപ്പിക്കും. പിന്നെ ആവാം, അടുത്താവാം, അത് പിന്നെ ആവാം. തസ്വീഫത്ത് തൗബ. വതർക്കുർ റിളാ ബിൽ കഫാഫ്, കിട്ടിയത് കൊണ്ട് തൃപ്തി അടയുന്നതിൽ നിന്ന് അവൻ ഉപേക്ഷ വരുത്തും. എന്ത് നിങ്ങൾ കൊടുത്താലും, എത്ര പറഞ്ഞാലും, എന്തൊക്കെ ചെയ്തു കൊടുത്താലും സംതൃപ്തനല്ല. അവൻ്റെ മുഖത്തൊരു സന്തോഷമല്ല, ജീവിതത്തിൽ സന്തോഷമല്ല, സംതൃപ്തനാകാൻ അവനെ കൊണ്ട് കഴിയില്ല. ആരാധനകളിൽ അവൻ മടിയനായി തീരും. പൊരുല വെള്ളിയാഴ്ച ആയാലും ശനിയാഴ്ച ആയാലും എത്ര ഒഴിവുണ്ടെങ്കിലും ഒരു നന്മക്ക് വേണ്ടി അവൻ വിളിച്ചാൽ മടിയല്ലാതെ അവൻ്റെ പിന്നിൽ ഒന്നുമില്ല. ഇവിടെ എന്താണത് അടിസ്ഥാനപരമായി കാരണം? തൻ്റെ അവസാന യാത്രയും അവസാനമായി കിടക്കുന്ന കിടപ്പറയെക്കുറിച്ചുമുള്ള ചിന്ത നഷ്ടപ്പെട്ടാൽ അവന് കിട്ടുന്ന ശിക്ഷയാണത്. അതുകൊണ്ട് അറബി കവികളൊക്കെ നമ്മളെ ഇടക്കിടക്ക് ഉണർത്താറുണ്ട്. നമ്മുടെ ജനനത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്ന അറബി കവികളിൽ വലദത്ക ഉമ്മക യബ്ന ആദമ ബാക്കിയാ വൽ ഖൗമു ഹൗലക യദ്ഹകൂന സുറൂറാ. പ്രിയപ്പെട്ടവരെ, വലദത്ക ഉമ്മക യബ്ന ആദമ ബാക്കിയ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് കരഞ്ഞവനായിട്ടാണ് നിന്നെ പ്രസവിച്ചത്. നീ പ്രസവിച്ചു വീണപ്പോ നിന്ന് കരയുകയായിരുന്നു. കരയാണല്ലോ ചെയ്യേണ്ടത്, കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കരയുന്ന സമയത്ത് അതാ ചുറ്റും കാണാൻ വന്നവരും കൂടെയുള്ളവരും ഒക്കെ അതാ വൽ ഖൗമു ഹൗലക യദ്ഹകൂന സുറൂറാ, ആ കരച്ചിലിനും അവർ സന്തോഷിക്കാണ്, അവർ ചിരിക്കുന്നു, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു, വിളിച്ചറിയിക്കുന്നു എന്റെ കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇനി തിരിച്ച് നീ പ്രവർത്തിച്ചോ ലിയൗമിൻ, ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, അൻതകൂന ഇദാ ബഖൗ, ചുറ്റും കൂടിയ നിന്റെ കുടുംബങ്ങൾ, നാട്ടുകാർ, നിന്റെ സുഹൃത്തുക്കളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നിന്റെ മുകളിൽ കിടന്നിരിക്കുന്ന വെള്ള വസ്ത്രം ഇങ്ങനെ മാറ്റി നോക്കിയിട്ട്, മുഖം നോക്കിയിട്ട് വിലപിക്കുന്ന സമയമുണ്ട്. നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നേ ദിവസത്തിന് വേണ്ടി നീ പ്രവർത്തിച്ചോ. ഫിയൗമി മൗതിക ളാഹികം മസ്റൂറാ, നിന്റെ മരണത്തിന്റെ ദിവസത്തിൽ അവരൊക്കെ കരയുമ്പോ നീ ചിരിച്ചാനന്ദിച്ചുകൊണ്ട് യാത്ര പോകാൻ വേണ്ടി ശ്രമിച്ചോ. എല്ലാവരും കരച്ചിലാണ്, നമുക്ക് ചിരിക്കാൻ കഴിയണം. ആ ചിരി എങ്ങനെയാണ്? കർമ്മഫലങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈമാൻ, നമ്മുടെ അമല് വെച്ചു